നവകേരളം സൃഷ്ടിക്കുന്നതിന് തുടക്കം കുറിച്ച് 4 വികസന മിഷനുകൾക്ക് തുടക്കമായി. പോരായ്മകൾ പരിഹരിച്ച് കേരള മോഡൽ തിരികെ കൊണ്ടുവരണമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ആവശ്യപ്പെട്ടു. പ്രാദേശിക സാമൂഹ്യ നീതിയിൽ ഊന്നൽ നൽകുന്നതാണ് നവകേരള മിഷൻ പദ്ധതികൾ. ജനകീയ പങ്കാളിത്തത്തോടെ സമയബന്ധിതമായി മിഷൻ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, ഉയർന്ന ജീവിത സൗകര്യം, പ്രകൃതി സംരക്ഷണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് നവകേരള മിഷന്റെ 4 പദ്ധതികൾ. പോരായ്മകൾ പരിഹരിച്ച് കേരള മോഡൽ തിരികെ കൊണ്ടുവരണമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും ഗവർണർ നവകേരള മിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞു. In many ways, the Kerala model in these areas have been noted as standards of development at the national level. Nava Keralam will be a new model created through a people's movement that would put the interest of the state above all other consideration. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ പ്രാദേശിക വികസനമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനകീയ പങ്കാളിത്തത്തോടെ സമയബന്ധിതമായി മിഷൻ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആ നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കമായിട്ട് നാം ഇതിനെ കാണണം. ചിട്ടയായി രൂപപ്പെടുത്തിയ കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുക. അപ്പോൾ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ പ്രാദേശിക വികസനം ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ഭാഗമായി പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ ജനസൗഹൃദമാക്കും. ജീവൻ രക്ഷാ മരുന്നുകൾ പുറത്തുനിന്നും വാങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കും. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ ഊന്നിയുള്ളതായിരിക്കും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ. പദ്ധതിയിലൂടെ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തൊഴിലും ഭൂമിയും വീടുമില്ലാത്തവർക്ക് ഇവ രണ്ടും ലൈഫ് മിഷൻ ഉറപ്പാക്കും. മറ്റു മന്ത്രിമാരും നവകേരള മിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂരിൽ CPIM രക്തസാക്ഷി മോഹനന്റെ കുടുംബസഹായ ഫണ്ട് വിതരണത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയം. അപ്പുറത്തെ പാർട്ടിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് ആളുകൾ വരും. അതാണല്ലോ ഇവിടെയും കുറെ ആളുകൾ രാജിവെച്ച് വരുന്നതെന്നുള്ള വാർത്ത നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന മിക്ക പരിപാടികളിലും RSSന്റെ പ്രവർത്തകരായവർ രാജിവെച്ച് CPMലേക്ക് വരുന്ന സംഭവങ്ങളാണ് കേരളത്തിലുടനീളമുള്ളത്. അവരുടെ സംസ്ഥാന സെക്രട്ടറി വരെ രാജിവെച്ചില്ലേ? BJPയുടെ പത്തനംതിട്ടയിലെ ഉണ്ണികൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റുമാർ ആയിരുന്നവർ രാജിവെക്കുന്നു. BJPയെ പൂർണ്ണമായ RSS നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതോടുകൂടി അസംതൃപ്തരായ BJPക്കാർ BJP വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിൽ യാതൊരു സ്ഥാനവുമില്ല. ഏറാൻമൂളികളായി നിന്ന് കൊടുക്കണം. എല്ലാം RSS ചെയ്യും. ഇതിനെതിരായുള്ള പ്രതികരണമാണ് BJP കേരളത്തിലുടനീളം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി RSS BJP കേരളത്തിൽ ഒരു ഉരുൾപൊട്ടലിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പൊട്ടലുണ്ടായത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ആ പൊട്ടലിലാണല്ലോ നമ്മുടെ OK വാസു മാസ്റ്ററും അശോകനും വലിയൊരു സംഘം BJPക്കാർ ആ പാർട്ടി വിട്ട് നമ്മുടെ പാർട്ടിയുമായി സഹകരിച്ചു. ഒരു 5 കൊല്ലം മുമ്പ് ഈ OK വാസു ഇങ്ങനെ നമ്മുടെ ഒരു സ്റ്റേജിൽ എപ്പോഴെങ്കിലും വരും എന്ന് നമ്മളന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടോ? വാസു മാഷൊക്കെ എന്തൊക്കെ നമുക്കെതിരായിട്ടൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഓർപ്പിച്ചിട്ട് അയാളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇന്നപ്പുറത്ത് നിന്ന് നമുക്കെതിരായി ചെയ്യുന്നവർക്ക് പോലും നാളെ ആ പാർട്ടിയിൽ തുടരാൻ സാധിക്കില്ല എന്നതാണ് OK വാസു മാഷയുടെ അനുഭവത്തിലിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിരവധി OK വാസു മാസ്റ്റർ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും. അശോകന്മാരുണ്ടാവും. അവരെല്ലാം ആ പാർട്ടി തങ്ങൾക്ക് പറ്റിയ പാർട്ടിയല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ആ പാർട്ടി വിടും. അതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലുടനീളം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ BJPയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉരുൾപൊട്ടൽ തടയാനാണ് അവർ കേരളത്തിൽ കലാപം നിലനിർത്താൻ ശ്രമിക്കുന്നത്, അക്രമം നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ പ്രദേശത്ത് സംഭവം ഉണ്ടാകുമ്പോൾ കുറച്ച് ആളുകൾ കേസിൽ പ്രതികളാകും. പ്രതികളായി കഴിഞ്ഞാൽ അക്കൂട്ടത്തിൽപ്പെട്ട ആളുകൾ സംരക്ഷണത്തിന് വേണ്ടി BJPയുടെ കൂടെ തന്നെ നിൽക്കും. പിന്നെ കുറെ കാലത്തേക്ക് അവർക്ക് അപ്പുറത്ത് ഇങ്ങോട്ട് വരാൻ കഴിയും.
പാർട്ടി മാറാൻ കഴിയും. BJP-യുടെ പ്രവർത്തനത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ കണക്കിലെടുക്കണം. അത് വെറും രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവും കൂടി ചേർന്നൊരു സംഘടനയായി RSS പ്രവർത്തിക്കുകയാണ്. മാഫിയ സംഘങ്ങളാണ് RSSന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. ബ്ലേഡ് കമ്പനികൾ, ബ്ലേഡ് സ്ഥാപനങ്ങൾ RSSകാർ നടത്തുകയാണ് കേരളത്തിൽ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് RSSകാർ നടത്തുകയാണ്. ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ടും ഈ ബ്ലേഡ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ ഗൂണ്ടാ സംഘങ്ങളെ പണം കൊടുത്ത് അവർ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രാമപ്രദേശങ്ങളിലും ഇത് വ്യാപിച്ചിരിക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് വ്യാപിപ്പിക്കുന്നത് RSSകാരാണ്. ഈ ബ്ലേഡ് സ്ഥാപനം അതിന് പണപ്പിരിവുകാരായിട്ട് RSSകാർ ഉപയോഗിക്കും. ഇഷ്ടം പോലെ കമ്മീഷൻ കൊടുക്കും. മണൽ മാഫിയ സംഘം RSSകാരുടെ നിയന്ത്രണത്തിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ ഭാഗമായി കുറെ ചെറുപ്പക്കാരെ അണിനിരത്തി അവർക്ക് പണം വരുമാനമുണ്ടാക്കി സ്ഥിരം വരുമാനക്കാരായി മാറുമ്പോൾ അവരുടെ കയ്യിൽ ആയുധം കൊടുത്ത് ആക്രമണത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ഒരു സംഘത്തെ അവർ വളർത്തിയെടുക്കുകയാണ്. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൽ നമുക്ക് പങ്കാളിയാകാൻ കഴിയില്ല. നമ്മൾ അത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനെ വരുമ്പോൾ CPM അതിന് സംരക്ഷണം കൊടുക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഇത്തരക്കാർ RSSന്റെ ഭാഗമായിട്ട് മാറും. അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗൂണ്ടാ സംഘങ്ങൾ ഓരോ പ്രദേശത്തും വളർത്തിയെടുക്കാനാണ് കേരളത്തിൽ RSS ശ്രമിക്കുന്നത്. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങളാണ് പല സ്ഥലത്തും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ എന്ന വസ്തുത നാം മനസ്സിലാക്കണം. RSS ഇത്തരം സംഘങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്നത് ഗൗരവതരമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ചെയ്ത് ഗൂണ്ടാ സംഘങ്ങളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും ഉപയോഗിച്ച് RSSന്റെ വളണ്ടിയർ ക്യാമ്പിൽ കൊണ്ടുപോയി ആയുധ പരിശീലനം കൊടുത്ത് അവരെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ തകർക്കാം എന്നാണ് RSSകാർ കരുതുന്നതെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി ഇതിനു മുമ്പും കുറെ ശ്രമിച്ചതല്ലേ? കണ്ണൂർ ജില്ല, അതിൽ തലശ്ശേരി താലൂക്ക് RSSനെ കേന്ദ്ര RSS നേതൃത്വം ദത്തെടുത്തു. RSSകാർ തലശ്ശേരിക്കാരായ RSSകാരെ RSSന്റെ ദത്തുപുത്രന്മാരാക്കി അവർ സംരക്ഷിക്കും എന്ന് പറഞ്ഞില്ലേ? അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? പുറത്തുനിന്ന് ആളുകളെ കൊടുത്തു, അക്രമം നടത്താൻ, കൊലപാതകം നടത്താനുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് അയച്ചു, പണം കൊടുത്തു, ആളും അർത്ഥവും കൊടുത്ത് സഹായിച്ചു. ഇവിടെ RSS ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുമെന്ന് പറഞ്ഞില്ലേ? ആ പരീക്ഷണത്തെ നേരിട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന യാഥാർത്ഥ്യം RSSകാർ മനസ്സിലാക്കണം. ഞങ്ങൾ ആരെയും അങ്ങോട്ട് ആക്രമിക്കാനൊന്നുമില്ല. പക്ഷെ ആക്രമണം കൊണ്ട് ഈ പാർട്ടിയെ തകർക്കാം എന്നവർ കരുതരുത്. നമ്മുടെ 204 സഖാക്കളൊക്കെ വന്നു, ആയിരക്കണക്കിന് സഖാക്കൾക്ക് പരിക്കേറ്റു. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ജില്ലാ സെക്രട്ടറി സഖാവ് P. ജയരാജനെ കൊലപ്പെടുത്താനല്ലേ ആ തിരുവോണ ദിവസം വീട്ടിൽ കയറി സഖാവിനെ വെട്ടിപ്പിടർന്നത്? അദ്ദേഹത്തിന്റെ വലത് കൈ വെട്ടിയിട്ടില്ലേ? ഇപ്പോ അദ്ദേഹം 2 കൈയോട് കൂടി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ തുന്നിക്കൂട്ടി വെച്ച കൈ ശസ്ത്രക്രിയയിൽ നടിയ വിജയം കൊണ്ടല്ലേ അദ്ദേഹം ഇപ്പോൾ 2 കൈയോട് ഒരാളായി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത്? ഒരു ഇടവേളയ്ക്ക് ശേഷം ഹൈറേഞ്ചിൽ കൂർക്ക കൃഷി വ്യാപകമാകുന്നു. കടുത്ത വിലയിടിവിനെ തുടർന്ന് കർഷകർ കൈവിട്ട കാർഷിക വിളയാണ് വീണ്ടും കർഷകന് കൈത്താങ്ങാവുന്നത്. വിലത്തകർച്ച നേരിട്ടതോടെ ഹൈറേഞ്ചിൽ നിന്നും ഒരു കാലത്ത് പടിയിറങ്ങിയ കൂർക്ക കൃഷിയാണ് അരപ്പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഹൈറേഞ്ചിൽ സജീവമായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ കൂർക്കയ്ക്ക് വിപണിയിൽ വില ഉയർന്നതോടെയാണ് കർഷകർ കൂടുതലായി ഈ കൃഷിയിലേക്ക് വീണ്ടും തിരിഞ്ഞത്.
വലിയ മുടക്കുമുതലില്ലാതെ തന്നെ തരിശായി കിടക്കുന്ന സ്ഥലത്തടക്കം കൃഷി ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുമെന്നതും ഈ കൃഷിയുടെ പ്രത്യേകതയാണ്. കൃഷി വകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കനകക്കുന്ന് ഹരിശ്രീ ക്ലസ്റ്ററിന്റെ 15ഓളം വരുന്ന കർഷകരുടെ നേതൃത്വത്തിൽ തരിശായി കിടന്ന കാട് വെട്ടിത്തെളിച്ച് 30 ഏക്കറോളം വരുന്ന ഭൂമിയിൽ കൂർക്ക കൃഷി ആരംഭിച്ചത്. മണ്ണിൽ ചാണകം കൂട്ടിക്കലർത്തി ബെഡുകളാക്കി തിരിച്ച് കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ വളപ്രയോഗത്തിന്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ വരുമാനം നേടാൻ ഈ കൃഷിക്കാകും. നിലവിൽ കർഷകർക്ക് 1 കിലോ കൂർക്കയ്ക്ക് 35 രൂപ വരെ വില ലഭിക്കുന്നതും വലിയ പ്രതീക്ഷയാണ്. ഈ കൂർക്കത്തോട്ടത്തില് 10-15 കർഷകര് ഒരുമിച്ച് ചേർന്ന ഗ്രൂപ്പായിട്ടാണ് ഈ ഹരിശ്രീ വെജിറ്റബിൾ ക്ലസ്റ്ററിൽ കൂർക്ക കൃഷി ആരംഭിച്ചിരിക്കുന്നത്. തീർത്തും ഓർഗാനിക്കായിട്ട് ജൈവ രീതിയിൽ കൃഷി നടത്തുവാൻ ഈ കൂർക്ക കൃഷി സാധിക്കുന്നുണ്ട്. അല്പം വില മെച്ചപ്പെട്ടു വന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വളരെ നല്ല രീതിയിൽ കൃഷി വ്യാപകമായി നടത്തുകയും സാമാന്യം നല്ല വിളവും നല്ല വിലയും കിട്ടുന്ന സ്ഥിതിയാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. കർഷക കൂട്ടായ്മയുടെ പരിശ്രമം കൂടിയാണ് കൃഷി വിജയത്തിലെത്തിക്കാൻ സാധിച്ചത്. ഹരിശ്രീ ക്ലസ്റ്റർ സംഘത്തിന്റെ പ്രവർത്തനം മറ്റു സംഘങ്ങളും മാതൃകയാക്കണമെന്നാണ് കൃഷി വകുപ്പ് നൽകുന്ന നിർദ്ദേശം. വരും വർഷത്തിലും വിപുലമായ കൃഷി ആരംഭിക്കാനാണ് ഹൈറേഞ്ചിലെ കർഷകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സൗജന്യ റേഷൻ പദ്ധതിയിൽ കർഷക തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. ഭൂരഹിത ഭവന രഹിതരുടെ സർവേ നടത്തി പട്ടിക ഡിസംബർ 7-ന് സർക്കാരിന് സമർപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു. 2 ദിവസങ്ങളിലായി മൂവാറ്റുപുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം നാളെ സമാപിക്കും. സാർവത്രിക റേഷനിംഗ് സംവിധാനം അട്ടിമറിക്കുന്ന കേന്ദ്ര നയം ദുർബല ജനവിഭാഗങ്ങളെ പട്ടിണിയിലാക്കുന്നതായി സമ്മേളനം ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങൾക്ക് സൗജന്യ റേഷൻ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണം. കേരളത്തിലെ ഗവൺമെന്റ് ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് സൗജന്യമായിട്ട് റേഷൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനത്തിന് വ്യത്യസ്തമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ കർഷക തൊഴിലാളികൾക്കും ദുർബല ജനവിഭാഗങ്ങൾക്കാകുകയും കൃത്യമായിട്ട് റേഷൻ ലഭിക്കുന്ന, സൗജന്യമായിട്ട് റേഷൻ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. KSKTU സംഘടിപ്പിച്ച ഭൂരഹിത ഭവനരഹിതരുടെ സർവേ റിപ്പോർട്ട് അടുത്ത മാസം 7-ന് സർക്കാരിന് സമർപ്പിക്കും. എല്ലാ പഞ്ചായത്തുകളിലും സർവേ നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചു. സമ്മേളനം നാളെ സമാപിക്കും. സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ നടക്കും. സമാപനത്തോടനുബന്ധിച്ച് വർണ്ണോജ്വല റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കിസാൻ സംഘർഷ് ജാഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാഗർകോവിലിൽ ഉദ്ഘാടനം ചെയ്തു. നവംബറിൽ നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന് മുന്നോടിയായാണ് ജാഥകൾ പര്യടനം ആരംഭിച്ചത്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുക, കാർഷിക വിളകൾക്ക് ന്യായവില ഉറപ്പുവരുത്തുക, കർഷകരുടെ കടം എഴുതി തള്ളുക എന്നിങ്ങനെ 15 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കിസാൻ സംഘർഷ് ജാഥ ആരംഭിച്ചത്. ജാഥ ഉദ്ഘാടനം ചെയ്യാനായി നാഗർകോവിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ആവേശകരമായ വരവേൽപ്പാണ് ലഭിച്ചത്. இன்றைக்கு கேரள முதல்வராக இருக்கக்கூடிய எனது அன்பு தோழர் மலையாள மக்களையும் தமிழ் மக்களையும் ஒற்றுமை ஏற்பட வேண்டும் என்று பாடுபடக்கூடிய அந்த அன்பு தோழனை வருக வருக என்று நான் வரவேற்கிறேன். 500-ന്റെയും 100-ന്റെയും നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഇതൊരു പ്രചരണപരമായ നടപടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത്, ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയാകരുത്. ഒരു തീയതി പറയാമല്ലോ, ഈ പറയുന്ന പ്രഖ്യാപനം തന്നെ നടപ്പാക്കാമല്ലോ. ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളാണ് ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. നവംബറിൽ നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന് മുന്നോടിയായിട്ടാണ് രാജ്യത്തിന്റെ 4 ഭാഗങ്ങളിൽ നിന്ന് ജാഥകൾ ആരംഭിച്ചിരിക്കുന്നത്. കിസാൻ സഭയുടെ ദേശീയ ട്രഷറർ P കൃഷ്ണപ്രസാദ് നയിക്കുന്ന ജാഥ ഇന്നു മുതൽ കേരളത്തിൽ പര്യടനം നടത്തും. ഉദ്ഘാടന സമ്മേളനത്തിൽ PB അംഗം K വരദരാജൻ, ദേശീയ നേതാക്കളായ അശോക് ധാവളെ, M വിജയകുമാർ, KV രാമകൃഷ്ണൻ, കോലിയക്കോട് കൃഷ്ണൻ നായർ, K ലാസർ സൈമൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലയാള സിനിമയുടെ ആദ്യ കാലഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ സംവിധായകനും നിർമ്മാതാവുമായ P സുബ്രഹ്മണ്യത്തെക്കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്തു. ഗിരീഷ് ചന്ദ്രൻ രചിച്ച P സുബ്രഹ്മണ്യം ഓർമ്മയിലെ വെള്ളിവെളിച്ചം എന്ന പുസ്തകം P സുബ്രഹ്മണ്യത്തിന്റെ വ്യക്തിപ്രഭാവത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. മലയാള സിനിമയുടെ ആദ്യ കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ അത്ഭുതം തീർത്ത സംവിധായകനായിരുന്നു P സുബ്രഹ്മണ്യം. കുമാരസംഭവവും അവകാശികളും ഉൾപ്പെടെ 59-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 69-ലധികം ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്ത P സുബ്രഹ്മണ്യത്തെക്കുറിച്ചുള്ള
പി സുബ്രഹ്മണ്യം ഓർമ്മയിലെ വെള്ളിവെളിച്ചം എന്ന പുസ്തകം തിരുവനന്തപുരത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പ്രകാശനം ചെയ്തത്. ONV കുറുപ്പിന്റെ പത്നി സരോജിനി ONV കുറുപ്പിന് പുസ്തകത്തിന്റെ ആദ്യ പ്രതി നൽകി തിരുവിതാംകൂർ രാജകുടുംബാംഗം ഗൗരി പാർവതിഭായി പ്രകാശന കർമ്മം നിർവഹിച്ചു. മലയാള സിനിമയിലെ അതികായനായിരുന്ന പി സുബ്രഹ്മണ്യത്തിന്റെ വ്യക്തിപ്രഭാവത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഓർമ്മയിലെ വെള്ളിവെളിച്ചം. പുസ്തകത്തെക്കുറിച്ച് ഗ്രന്ഥകർത്താവും പി സുബ്രഹ്മണ്യത്തിന്റെ ചെറുമകനുമായ ഗിരീഷ് ചന്ദ്രൻ. മൺമറഞ്ഞു പോയ എൻ്റെ ബുക്കുകളിലെ കൃത്യമായ വരികൾ അങ്ങനെയാണ്. മൺമറഞ്ഞു പോയ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ശ്രീ പി സുബ്രഹ്മണ്യത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണെങ്കിൽ അതിൽ ആദ്യം അവസാനം കടന്നു വന്നിരിക്കുന്നത് സിനിമ തന്നെയാണ്. അത് മലയാള സിനിമ ആ കാലഘട്ടത്തിലുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻസ്, മെർലാൻഡിൻ്റെ പ്രൊഡക്ഷൻസ് ഉണ്ട്, ഉദയയുടെ ഉണ്ട്, വേറെ ഒരുപാട് ബാനേഴ്സിൻ്റെ. പോരാത്തതിന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ തിയേറ്റേഴ്സ്, ശ്രീകുമാർ, ശ്രീപത്മനാഭ, ന്യൂ തിയേറ്റർ, ഇവിടെയൊക്കെ വന്ന് ആ കാലഘട്ടത്തിൽ സിനിമ കണ്ട ആൾക്കാരുടെ അനുഭവങ്ങളുണ്ട്. അതിൽ വളരെ പ്രമുഖരായ തിരുവനന്തപുരം ട്രാവൻകൂർ റോയൽ ഫാമിലിയുടെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ വരെ അനുഭവങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് പി സുബ്രഹ്മണ്യം ഹാളിൽ നടന്ന ചടങ്ങിൽ ഷാജി എൻ കരുൺ, ബി ഉണ്ണികൃഷ്ണൻ, വിനോദിനി ശശിമോഹൻ, സുരേഷ് കുമാർ, ഹരി എന്നിവർ സംബന്ധിച്ചു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിൽ ചെമ്പ്ര എസ്റ്റേറ്റ് അടച്ചുപൂട്ടലിനെതിരെ തൊഴിലാളികൾ സമരം ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി തൊഴിലാളികൾ തേയിലത്തോട്ടം കയ്യേറി വിളവെടുത്തു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ തോട്ടം പൂർണ്ണമായി കയ്യേറാനും കുടിൽ കെട്ടാനുമാണ് സമരസമിതിയുടെ തീരുമാനം. ചെമ്പ്രയിലെ തേയിലത്തോട്ടം അടച്ചിടാൻ ഉടമകൾ തീരുമാനമെടുത്തത് ആഴ്ചകൾക്ക് മുൻപാണ്. തോട്ടം നഷ്ടത്തിലാണെന്ന് കാണിച്ചായിരുന്നു അടച്ചുപൂട്ടൽ. ലോക്കൌട്ടിന് 1.5 മാസം മുൻപ് തൊഴിലാളികളെ അറിയിക്കണമെന്ന് ചട്ടമുണ്ടെങ്കിലും അതൊന്നും പാലിച്ചില്ല. ഇതോടെ 320-ലധികം തൊഴിലാളികളും അവരുടെ കുടുംബവുമാണ് പട്ടിണിയിലായത്. എസ്റ്റേറ്റ് തുറക്കാനായി സംയുക്ത തൊഴിലാളി യൂണിയൻ സത്യാഗ്രഹ സമരം ആരംഭിച്ചുവെങ്കിലും തീരുമാനമുണ്ടായില്ല. ഇതോടെയാണ് പുതിയ സമരരീതിയുമായി തൊഴിലാളികൾ രംഗത്തെത്തിയത്. അടഞ്ഞുകിടക്കുന്ന തോട്ടം കയറി തൊഴിലാളികൾ വിളവെടുത്തു. ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുക, അപ്പോൾ ഈ തോട്ടം തുടർന്ന് പ്രവർത്തിപ്പിക്കണം തന്നെയാണ് ഞങ്ങളെ തീരുമാനം. തൊഴിലാളികൾക്ക് കൂടി അവകാശപ്പെട്ട ഈ തോട്ടത്തിൽ ഇന്നു മുതൽ തൊഴിലാളികൾ ജോലിയെടുത്ത് ചപ്പ് പറിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമുറ കൂടി, പുതിയ രീതിയിലുള്ള സമരമുറ കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. വിളവെടുത്ത തേയിലച്ചപ്പ് വിപണിയിൽ വിൽക്കും. തോട്ടം തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യം ഇനിയും ഉടമകൾ പരിഗണിച്ചില്ലെങ്കിൽ പൂർണ്ണമായും കയ്യേറാനാണ് തൊഴിലാളികളുടെ തീരുമാനം. പലതവണ മാനേജ്മെന്റുമായി തൊഴിൽ വകുപ്പ് ചർച്ചകൾ നടത്തിയെങ്കിലും പരിഹാരം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വയനാട്. മാവോയിസ്റ്റ് സാന്നിധ്യവും അഴിമതിക്കായി ഉപയോഗിക്കപ്പെട്ട മറ്റൊരു ആദിവാസി ക്ഷേമ പദ്ധതിയിലെ ക്രമക്കേടുകളും കൂടി പുറത്തുവരികയാണ് വയനാട്ടിൽ. മാവോയിസ്റ്റ് പോലീസ് ഏറ്റുമുട്ടൽ നടന്ന ചാപ്പ വനമേഖലയിൽ ഉൾപ്പെടെ 12 കോളനികളുടെ സുസ്ഥിര വികസനത്തിന് നടപ്പാക്കിയ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായാണ് രേഖകൾ. 2014 ഡിസംബർ 8-നാണ് മാനന്തവാടി ചാപ്പ കോളനിക്ക് സമീപമുള്ള വനമേഖലയിൽ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടന്നതായി പോലീസ് പറയുന്നത്. മാവോയിസ്റ്റ് സാന്നിധ്യം ഇവിടങ്ങളിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല പുതുവർഷത്തിൽ സ്ഥലം സന്ദർശിച്ചു. വികസന പിന്നോക്കാവസ്ഥയാണ് ഇത്തരം ആശയങ്ങൾക്ക് സ്വാധീനമുറപ്പിക്കാൻ സഹായിക്കുക എന്ന തിരിച്ചറിവിൽ തൊണ്ടനാട് പഞ്ചായത്തിൽ ചാപ്പ കോളനി ഉൾപ്പെടെ 12 ആദിവാസി കോളനികൾക്കായി സമഗ്ര വികസന പദ്ധതി പ്രഖ്യാപിച്ചു. അഴിമതി ഇവിടെ തുടങ്ങുന്നു. ആദ്യം ജില്ലാ ഭരണകൂടം വഴി 5 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കാൻ നിർദ്ദേശിച്ച സർക്കാർ ഉത്തരവാണിത്. ദിവസങ്ങൾക്കകം ഈ ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടു. അന്നത്തെ പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പ്രത്യേക നിർദ്ദേശത്തിൽ ഈ പുതിയ ഉത്തരവിറങ്ങി. ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ നടത്തേണ്ട പദ്ധതി കോൺഗ്രസ് ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മുഖേനയാക്കി. ഇനി അഴിമതികൾ, പശ്ചാത്തല വികസനം, തൊഴിൽ പരിശീലനം എന്നിങ്ങനെ രേഖകളിൽ പറയുന്നതിന്റെ പകുതി പോലും കോളനിക്കാർക്ക് കിട്ടിയില്ല. പങ്കെടുക്കാത്തവരുടെ പേരിൽ പണം തട്ടി. പരിശീലനത്തിന്റെ പേരിൽ മുതൽ വളർത്തുമൃഗങ്ങളെ നൽകിയതിൽ വരെ അഴിമതി നടന്നുവെന്ന് ഈ കോളനികളിൽ എത്തിയാൽ അറിയാം. എല്ലാം പഴയ വിധം. 5 കോടി രൂപ തങ്ങൾക്കായി വിനിയോഗിക്കപ്പെട്ട വിവരം പോലും ആർക്കും അറിയില്ല. ഞങ്ങൾക്കൊരു ചെറിയൊരു വണ്ടി, ഒരു രോഗി പെട്ടെന്ന് സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു രോഗിനെ കൊണ്ടോണ്ടേ, അങ്ങനെ അതിനെ ആവശ്യപ്പെട്ടിട്ട് അവര് വിചാരിച്ച ഇവിടെ എയർപോർട്ട് വരാനാ ചപ്പയിലേക്ക്. ആശിക്കും ഭൂമി ആദിവാസിക്ക് പദ്ധതിയിലെ അഴിമതിയിൽ നിലവിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. അടുത്തിടെ പുറത്തുവന്ന ആദിവാസികളുടെ വായ്പ എഴുതിത്തള്ളിയതിലെ ക്രമക്കേടും തൊണ്ടനാട് പഞ്ചായത്തിലെ ആദിവാസി കോളനികൾക്കുള്ള സുസ്ഥിര വികസന പദ്ധതിയും ഇതോടൊപ്പം അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് വിഭാഗമായ മലബാർ ഡെവലപ്പേഴ്സ് രാജ്യത്ത് 10,000 കോടി രൂപ മുതൽ മുടക്കി വൻ വിപുലീകരണ പദ്ധതികൾ നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി സിനിമാ താരം ദുൽഖർ സൽമാനെ മലബാർ ഡെവലപ്പേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുത്തു. 2020 ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് ഗ്രൂപ്പുകളിൽ ഒന്നായി മലബാർ ഡെവലപ്പേഴ്സിനെ മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ MB അഹമ്മദ് പറഞ്ഞു.
മലബാർ ഗ്രൂപ്പിന്റെയും നിഷാൽ ഇലക്ട്രോണിക്സിന്റെയും സംയുക്ത സംരംഭമായ ഇഹം ഡിജിറ്റലിന്റെ ആദ്യ ഷോറൂമിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ദുൽഖർ സൽമാൻ നിർവഹിച്ചു. വിവിധ ലോകോത്തര ബ്രാൻഡുകളുടെ ഇലക്ട്രോണിക്സ്, ഗാഡ്ജറ്റ്സ്, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരണമാണ് ഇഹം ഡിജിറ്റലിന്റെ പ്രത്യേകത. കേരളത്തിലെ തന്നെ ഇഹം ഡിജിറ്റലിന്റെ ആദ്യത്തെ ഷോറൂമാണ് കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 14ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം അവസാനിച്ചു. കിഫ്ബി, ധനകാര്യ ബില്ലുകൾ ഉൾപ്പെടെ 8 നിയമങ്ങളാണ് സഭ പാസാക്കിയത്. കേരളപ്പിറവിയുടെ 60ാം വാർഷികം ആഘോഷിച്ച കേരള നിയമസഭ സ്വാശ്രയ വിഷയത്തിലെ പ്രതിപക്ഷ MLA മാരുടെ സമരത്തിനും സാക്ഷ്യം വഹിച്ചു.